ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു ചെറിയ യാത്രയിലാണ്. ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോവാണ്. ഞങ്ങൾ കോഴിക്കോട് പാലക്കാട് പൊള്ളാച്ചി ആ റൂട്ടാണ് നമ്മളിപ്പോൾ വാൽപ്പാറയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പൊള്ളാച്ചിയുടെ അടുത്തൊരു തട്ടുകടയിലാണ്. രാത്രി ഏകദേശം ഒരു 12 മണി ടൈമായിട്ടുണ്ട്. ഞങ്ങൾ ചെറിയൊരു കട്ടനും പൊറോട്ടയും ബീഫ് ചില്ലി ചിക്കൻ ചില്ലിയുമാണ് കഴിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് നേരെ വാൽപ്പാറയിലേക്ക് പോകും. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാത്രി ഏകദേശം 2 മണിയോടെ അടുപ്പിച്ച് ഞങ്ങൾ വാൽപ്പാറ സ്പോട്ടിനടുത്തെത്തിയിട്ടുണ്ട്. ഒരു 50 കിലോമീറ്റർ ബേക്കിലായിട്ട് ഞങ്ങൾ വണ്ടി ആൾട്ട് ചെയ്ത് 2-2:30 ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. ഏകദേശം ഒരു 6:30 ആയപ്പോൾ എണീച്ച് ഫ്രഷായി ഒരു പമ്പിൽ കയറി ഞങ്ങൾ ഫ്രഷായി. അതിനുശേഷം ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോവാണ്. കൂടുതൽ വീഡിയോസൊന്നും ഞാനിതിൽ ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ വാൽപ്പാറ തലപ്പാറ എസ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ പോകുന്ന റൂട്ടിലുള്ള നമ്മളെ അലിയാർ ഡാമിൻ്റെ റിസർവെയറാണ് നമ്മൾ കാണുന്നതൊക്കെ. നല്ല വ്യൂ കേട്ടോ. രാവിലെ ഏകദേശം ഒരു 7 മണി ടൈമാട്ടോ. 7 മണി 7:30 ടൈമാണ്. ഈ റൂട്ടിൽ മെയിനായിട്ട് വരുന്നവരെ നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റൂട്ട് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് പോകുന്ന ഏരിയ. അത് നല്ലൊരു വ്യൂ തന്നെയാണ്. നമുക്ക് കാഴ്ചയൊക്കെ നല്ല അടിപൊളി ഉണ്ടല്ലേ. നമ്മുടെ ഡാമിൻ്റെ ആ ഒരു വ്യൂ നമുക്കിത് അവിടെ നിന്ന് കാണാൻ കഴിയും. പിന്നെ പോകുന്ന റൂട്ടിൽ ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 40ഓളം ഹെയർ പിൻ ബെൻഡുകൾ കയറിയാണ് നമ്മൾ വാൽപ്പാറയിലേക്ക് എത്തുക. ഏകദേശം 31ാമത്തെ വളവിൽ നിന്ന് നമുക്ക് താഴോട്ട് പോകണം. അവിടെയാണ് ഈ തലപ്പാറ എസ്റ്റേറ്റിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് വലിയൊരു സൈൻ ബോർഡ് കിട്ടും. വലിയൊരു ബോർഡുണ്ട്. അതിൽ നമുക്ക് തലപ്പാറ 10 കിലോമീറ്റർ നിന്ന് താഴോട്ട് കാണിക്കും. ആ ഒരു റൂട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നമുക്ക് മുന്നോട്ട് പോയാൽ മതി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണൊക്കെ വാൽപ്പാറ ചുരത്തിലാണ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഏകദേശം ഒരു 20ാമത്തെ ബെൻഡിലെന്തുകൊണ്ട് ഹോണബിൾ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെ 50 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അത്യാവശ്യം ചെറിയൊരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫോറസ്റ്റ് വാക്കുമാണ് ഇവിടെ ഉള്ളത്. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും കാണാനില്ല. പിന്നെ ചെറിയ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് ഇവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. കുറഞ്ഞ വ്യൂ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം. അതിപ്പോൾ മഞ്ഞായതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് വ്യൂ ഒന്നും കാണാൻ കഴിയുന്നില്ല. ക്യാമറക്ക് അത്രയൊക്കെ കിട്ടുന്നുള്ളൂ. മഞ്ഞും മൂടിക്കെടുക്കുകയാണ്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊരു ഫോറസ്റ്റ് വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൂടേതായ ഒരു ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് തോന്നും. വെള്ളമില്ലായിട്ടാണോ എന്നറിയില്ല. എന്തായാലും ചെറിയൊരു ഒഴുക്കൊക്കെ ഉണ്ട്. ഇപ്പം നല്ലൊരു കാഴ്ചക്ക് കുഴപ്പമില്ലാത്തൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് ബ്രിഡ്ജിൻ്റെ തോനെ അങ്ങോട്ടില്ല. ഏകദേശം ഒരു എൻ്റെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. കുറഞ്ഞ സ്ഥലത്തൊക്കെ ഒരു ഫോറസ്റ്റ് വാക്ക്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടുന്ന് നമ്മൾ ചുരം കയറി അങ്ങ് പോവുകയാണ്. നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, തലപ്പാറ എസ്റ്റേറ്റാണ് നമ്മളെ മെയിനായിട്ടുള്ള ഇത്. അതിനിടയിൽ വരുന്നതാണ് ഈ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്.
അതിൻ്റെ ഒരു എൻട്രൻസും കാര്യങ്ങളാണിത്. ഒരു ഇതിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് നമ്മൾ ഈ റീൽസിലും മറ്റും കാണുന്ന ഒരു മെയിൻ വാൽപ്പാറൻ്റെ വ്യൂ കാണിക്കുന്ന ഒരു മെയിൻ സെക്ഷൻ ഉണ്ടല്ലോ, അത് ഈ വാട്ടർഫാൾസിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഒരു സെൻട്രലായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശമൊക്കെ ഈ വാട്ടർഫാൾസിൻ്റെ എസ്റ്റേറ്റാണ്. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ എൻട്രൻസ് മാത്രമാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം നമുക്ക് ആ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങി ജസ്റ്റ് അതിൻ്റെ ഒരു ആ എസ്റ്റേറ്റിൻ്റെ ചെറിയൊരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതിനെ കൊണ്ട് ഉള്ളോട്ട് കയറട്ടോ, മുകളിൽ കയറിയതിന് ശേഷമുള്ള വ്യൂ ആണ് ഇത്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകളാട്ടോ അതൊക്കെ. ഇനി ഇതിൻ്റെ വരാൻ പോണതാണ്. നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് നമ്മളെ മെയിൻ വാട്ടർഫാൾസിൻ്റെ ആ എസ്റ്റേറ്റിൻ്റെ മെയിൻ ആ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്, വാൽപ്പാറൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് കാണാനുള്ള ഇതാണ്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ റീൽസിലും മറ്റൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അല്ലേ. അവിടെയാണ് കൂടുതൽ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യണോ. ഈ വാൽപ്പാറയിൽ വന്നാൽ ഈ ഒരു ഏരിയ ഉണ്ടാവും. ഈ ഒരു ഏരിയയും കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചുരമിറങ്ങി പോലാണ് പൊതുവേ എല്ലാവരും ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി 31ാമത്തെ എയർപിൻ ബെൻഡിനോട് അടുപ്പിച്ച് വരുന്നേരം നമുക്കൊരു സ്പോട്ടും താഴോട്ട് ഇറങ്ങാനുള്ള സ്പോട്ട് കിട്ടും. അതാണ് നമ്മൾ മെയിനായിട്ട് ലക്ഷ്യം വെച്ച് പോകുന്നത് തലപ്പാറ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പോകണം. ഇതുവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് നമുക്ക് പോകാനുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. പാർക്കിങ്ങൊക്കെ അത്യാവശ്യം പാർക്കിങ്ങൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പാർക്ക് ചെയ്ത് അതിന് പ്രശ്നമൊന്നുമില്ല, പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവിടുന്ന് മുന്നോട്ട് പോയി നമ്മൾ ഫുള്ള് ഏകദേശം ഈ വാൽപ്പാറ ഈ ഒരു സെക്ഷൻ മൊത്തം ഈ ഒരു വ്യൂ തന്നെയാണ്. ഈ ഒരു എസ്റ്റേറ്റിൻ്റെ വ്യൂ, അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡുകളാണ് ഫുള്ളായിട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് തലപ്പാറ എസ്റ്റേറ്റ് റോഡിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. നമ്മൾ ആ ചുരത്തുനിന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഈ റോഡ് നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം. ഈ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് അതിൻ്റെ ആ ചുരത്തുനിന്ന് തന്നെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ റോഡിന് കണക്കാക്കി നമ്മൾ താഴോട്ട് ഇറങ്ങിയാൽ ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെയാണ്. ചിലർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊരു ചെക്കിംഗ് പോയിൻ്റ് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവിടെ പിന്നെ ഒരാൾക്ക് 100 രൂപ എൻട്രി ഫീസ് ഉണ്ട്. അതുപോലെ വണ്ടിക്ക് 100 രൂപ ഉണ്ട്. ഞങ്ങൾക്ക് മൊത്തം 300 രൂപയായി. കുട്ടികൾക്ക് 2 ചാർജ് ഇല്ല, 3 ചാർജ് വന്നില്ല. 300 രൂപ ഞങ്ങളോട് വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു അത്രയും നല്ല വ്യൂകളാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഏകദേശം രാവിലെ ഒരു 8-8:30 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വ്യൂ ആണ്. കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാനും വെഡ്ഡിങ് ഫോട്ടോസിന് വേണ്ടിയിട്ടും വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മളെ മുമ്പിൽ കാണുന്ന സ്കോർപ്പിയോ ഒക്കെ അതിന് വേണ്ടി വന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോളൂ. ഇവിടെ വന്ന് പോകണം, മിസ്സായി പോകരുത്. വാൽപ്പാറ വന്ന് പോകുന്നവർക്ക് ഒരിക്കലും മിസ്സായി പോകാൻ പറ്റാത്തൊരു സ്പേസാണ് തലപ്പാറ എസ്റ്റേറ്റ് റോഡിൽ. വേറെന്തോ ഒരു പേരുണ്ട് ഇവിടുത്തെ, കരിവള എന്തോ ഒരു പേര് കൊണ്ട് നാവന്ന് തള്ളി കളിക്കണ്ട, കിട്ടുന്നില്ല. അതിൻ്റെ ഒരു സ്നോ വ്യൂ പോയിൻ്റ് എന്നാണ് പറയൽ. തലപ്പാറ സ്നോ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും കിട്ടും എന്നാണ് പറഞ്ഞിട്ട്. ചെക്ക് ചെയ്ത് നോക്കില്ല, വേണ്ട, നിങ്ങൾ പോന്നിച്ചാൽ മതി. ആ വാൽപ്പാറ റൂട്ടിന് അങ്ങനെ പോകുന്നു 31ാമത്തെ എയർപിന്നോട് അടുപ്പിച്ച് വന്നുവെച്ചാൽ മതി. നമുക്ക് ഈ വ്യൂ കണ്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഹെൻഡിലൊരു വ്യൂ കാണാനുള്ളൊരു ടവർ ഉണ്ട്, അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഏകദേശം അവിടെ വരെ പോകാൻ പറ്റുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകരുതെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അങ്ങോട്ട് പോയ റിസോർട്ടും കാര്യങ്ങളും തലപ്പാറ എസ്റ്റേറ്റിൻ്റെ എൻട്രൻസും അതിൻ്റെ ഇതൊക്കെ കാണാൻ ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒരു അതിഗംഭീര വ്യൂ തന്നെയാണ്. നമുക്ക് ഒരു കുന്നും മലയും കയറി അങ്ങ് പോവാം. ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ളൊരു വ്യൂ.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോസും കൂടുതൽ യാത്രാ വിശേഷങ്ങളും വീണ്ടും നമുക്ക് കാണാം. ഓക്കെ ബൈ.